മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇപ്പോൾ മുംബൈയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അദ്ദേഹത്തിന് ആ പ്രതിക്ക് ഒരു ഖുറാനും അതോടൊപ്പം തന്നെ പേന ഒരു ബുക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പേന വില്ലനാകുമോ എന്നാണ് ഇപ്പോൾ NIA ഭയപ്പെടുന്നത്. അങ്ങനെ പേന വച്ച് തീർക്കാൻ കഴിയുമോ സ്വന്തം ജീവിതം അദ്ദേഹത്തിന്? തീർച്ചയായിട്ടും പറ്റും. ഇങ്ങനെ ഒരാൾക്ക് അതും അതിനപ്പുറവും ചെയ്യാൻ പറ്റുമല്ലോ. വളരെ ദുർബലനാണിപ്പോൾ, അവശ നിലയിലാണ് 65. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ഖുറാൻ ഒരു കൈ വെച്ച് കള്ളത്തരം പറയുകയാണ്. തനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി സത്യം പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കൻ ജയിലിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ജയിലുകളെന്ന് പറഞ്ഞ കൊലയറകളാണ്, അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിടരുത്. അത് പറയാൻ കഴിവുള്ള ആൾ എന്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറയുന്നില്ല? ഖുറാൻ ഒരു കൈ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖുറാൻ വായിക്കാനുള്ള ഓർമ്മശക്തിയൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ചെയ്ത കൊലപാതകം, അതിനെ കൂട്ടുനിന്ന കൊലപാതകം, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും പറയാൻ അദ്ദേഹം വിസമ്മതം കാണിക്കുന്നു. ചോദിക്കുന്നതിന് ഭാഗികമായിട്ട് ഉത്തരം കൊടുക്കുക എന്നൊരു തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ട 152 പേര് മുംബൈ തെരുവീതികളിൽ കിടന്ന് മരിച്ചപ്പോൾ ഇന്ത്യ ഡിസേർവ്സ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ എന്ത് തെറ്റാണ് ഇയാളോട് ചെയ്തത്? ഇയാളുടെ രാഷ്ട്രത്തിനോട് ചെയ്തത്? ഇതുപോലുള്ള കൊലപാതക പരമ്പരകളും ബോംബ് സ്ഫോടനങ്ങളും എല്ലാം സഹിച്ചുകൊണ്ടിരുന്നത്. ദീപാവലി മാർക്കറ്റിൽ പോലും പാവപ്പെട്ട ആൾക്കാർ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവരെ ബോംബ് വെച്ച് ഒളിച്ചിരുന്ന് കൊന്നത്, ടൈം ബോംബുകൾ വെച്ച് കൊന്നത്, പാത്രങ്ങളിൽ ടിഫിൻ ബോക്സുകളിലൊക്കെ ബോംബുകൾ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സ്വയം മരിക്കാനുള്ള ധൈര്യം കാണുമോ? സ്വയം മരിക്കാൻ എന്ന് പറഞ്ഞിട്ട് പേനയുണ്ടെങ്കിൽ ദുർബലമായ ശരീരത്തിലേക്ക് എവിടെയെങ്കിലും കുത്തിയിറക്കി കഴിഞ്ഞാൽ ഇവനെ പോലുള്ള ആളുകൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഇത്രയും പേരെ കൊല്ലാൻ കഴിവുള്ളവൻ അതിനപ്പുറം ചെയ്യും, അതിന് ഒരു സംശയവുമില്ല. പേന കൊടുക്കുന്നത് അപകടകരം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു കാവൽ നിൽപ്പുണ്ട് ആൾക്കാർ കണ്ണും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനിടയ്ക്ക് അത് വെട്ടിച്ചുകൊണ്ട് ചെയ്യാൻ കഴിവുള്ള, അത് ചെയ്യാനും മടിക്കാത്ത, അറയ്ക്കാത്ത ആളുകളാണ്. അത് വലിയൊരു നാണക്കേടാവും ഇന്ത്യക്ക്. പേന കൊടുക്കാൻ എന്ത് ആവശ്യം പേന കൊടുക്കേണ്ടത്? ഇയാളെന്താ എഴുത്തുകാരനാണോ? സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോകുന്നു? ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത് പോരെ? അതിന് തോക്കാണ് ആവശ്യം, കൊടുക്കേണ്ടത് തോക്കാണ്. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൗജന്യം അർഹിക്കുന്ന ആളൊന്നുമല്ല അവൻ. യാതൊരു വിധമായ ദാക്ഷിണ്യം അർഹിക്കാത്ത ആളാണ്. പേനയും ഖുറാനും ഖുറാൻ കൊടുത്തുകൊള്ളട്ടെ. ഇനി മോക്ഷം കിട്ടുന്നെങ്കിൽ അതുവഴി കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ. അവൻ്റെ ആ വിശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊന്നതിന് അവന് മാപ്പ് കൊടുക്കാൻ ഈ ഖുറാനിന് ശക്തിയുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അവൻ്റെ വിശ്വാസം, ഓരോരുത്തർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പേന എന്ന് പറയുന്നത്, വായിക്കുന്നതിന് പേന വേണ്ടല്ലോ. എന്തിനാ ഈ പേന? പേനയുടെ ആവശ്യം എന്താണ്? ഒരു കാര്യം പറയുകയല്ലേ വേണ്ടത്. അദ്ദേഹം തെളിവുകൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതിന് സാക്ഷികൾ ആരൊക്കെയാണെന്നുള്ളത് പറയുകയാണ് വേണ്ടത്. എന്തിനാണ് ഈ മെയിൽ അദ്ദേഹത്തിന് അയച്ചത്? ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് അയച്ചത്. കൂട്ടുപ്രതിയാണ് താൻ. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? കേരളത്തിൽ വന്നത് എന്താ? കൊച്ചിയിൽ ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഓയിൽ റിഫൈനറി തടക്കാൻ വേണ്ടി ബോംബ് ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. ഇനി മുംബൈയോടൊപ്പം തന്നെ കൊച്ചിയിലേക്കും വന്ന അവിടെയും പാവപ്പെട്ട ആൾക്കാരെ കൊല്ലാൻ, നിരപരാധികളെ കൊല്ലാൻ, ആയുധമില്ലാത്ത ആൾക്കാരെ കൊല്ലാൻ നിങ്ങൾ പദ്ധതി ഇട്ടിരുന്നു. ഈ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ പിന്നെ പറയാൻ എന്താ മടി? അത് പറയാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ രക്ഷപ്പെടൽ ശ്രമം നടത്തുന്നത്, ഒഴിഞ്ഞു മാറുന്നത്, ഉഴപ്പുന്നത്, ചോദ്യം ചോദിക്കുമ്പോൾ സഹകരിക്കാതിരിക്കുന്നത്? എന്നല്ലെങ്കിൽ നാളെ അത് കണ്ടുപിടിക്കും കേട്ടോ. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയായാലും ശരി, കാര്യങ്ങൾ കണ്ടുപിടിക്കും. അത് NIA അതങ്ങനെ പൊട്ടന്മാരൊന്നുമല്ല, അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഈ പേന അങ്ങനെ കൊടുക്കുന്ന ഒരു മണ്ടത്തരമാണെന്ന് സാമാന്യ ബുദ്ധി വെച്ച് നമ്മളിതിൻ്റെ എക്സ്പെർട്ടൊന്നുമല്ല തോന്നുന്നത്. ഏത് സാധനവും അതാ ജയിലുകളിൽ പോലീസുകാർ തന്നെ പറയുന്നതനുസരിച്ച് അടിവസ്ത്രത്തിൻ്റെ ചരട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടി തൂങ്ങിച്ചെത്തുന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഈ പേന എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും മാരകമായ ഒരു ആയുധമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആ പ്രതിക്ക് തന്നെ അറിയാം തന്നെ ചോദ്യം ചെയ്താൽ ഇന്ത്യയിലെ പല അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കുടുങ്ങുമെന്ന്. അതെ, കൂട്ടാളികളെ കൊടുക്കാതിരിക്കാൻ വേണ്ടി, അവരെ രക്ഷിക്കാൻ വേണ്ടി, ഒറ്റുകൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വേലത്തരം ത്യാഗമായിരിക്കും അദ്ദേഹം. അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് ഇരിക്കാം അദ്ദേഹം. അപ്പോൾ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഉൾപ്പെടെ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം പക്ഷേ ആദ്യം ഇദ്ദേഹം പറയണം കൊച്ചിയിൽ എന്തിനാണ് വന്നത്, ആരെയൊക്കെയാണ് കണ്ടതെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അത് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നതാണ്, ഇന്നാരെയാണ് കണ്ടത് എന്നുള്ളത് കൊറാബറേറ്റ് ചെയ്യണം. ആദ്യം പറയണം. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. പല കാര്യങ്ങളും ഭാഗികമായിട്ട് പറയുന്നു, പൂർണ്ണമല്ലെന്നും ഓർമ്മയില്ലെന്ന് ചിലത് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വെറും നാട്യം മാത്രമാണ്. ആ നാട്യം പുറത്തു കൊണ്ടുവരും.
NIA പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ അതിന് കുറേ സമയം കൂടി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അല്ല, അപ്പോൾ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ സാക്ഷിയായിട്ടൊരാളുണ്ട്. സാക്ഷി ആരാന്ന് നമുക്കറിയില്ല. അതീവ രഹസ്യമായിട്ട് അതൊരു സസ്പെൻസാണ്. ആ സാക്ഷിയെ ഇദ്ദേഹത്തിനോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കൂടി ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ കൂടി എന്തെങ്കിലും തീർച്ചയായിട്ടും തെളിഞ്ഞേക്കും. ഇപ്പോൾ ഒരു സംശയം, പ്രബലമായ ഒരു സംശയമുള്ളത് മുംബൈയോടൊപ്പം കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ, വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള എറണാകുളത്തേക്കും ഇതുപോലെ ഒരു കൊലപാതക പരമ്പര നടത്താൻ, നരഹത്യ നടത്താൻ ഉള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന. ഈ സന്ദർശനത്തിനിടയിൽ മലയാളികളെയും കണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മലയാളികളെ കണ്ടിരിക്കുമല്ലോ. മലയാളികളെ കണ്ടിരിക്കുന്നത് ഏത് തരത്തിലാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് അപരിചിതം വന്നാലും ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവില്ല. ആ തരത്തിലായിരുന്നു. അല്ലാതെ ആസൂത്രണം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ യാത്ര, താമസമൊക്കെ ചെയ്ത ആൾക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തവരുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. അല്ല, പലരും പറയുന്നത് അദ്ദേഹം റിക്രൂട്ട്മെൻറ്റിന് ഉൾപ്പെടെയാണ് കൊച്ചിയിൽ ഉൾപ്പെടെ വന്നതെന്ന് പറയുന്നു. അതിൽ അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പിന്തുണ കൊച്ചിയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കണമല്ലോ. റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. തീർച്ചയായിട്ടും റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏരിയകളായിട്ട് നേരത്തെയും പ്രവർത്തിച്ചിട്ടുണ്ട്. തെളിവുകൾ വരികയും ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. തടിയൻ്റെ അവിടെ നസീർ അതിൻ്റെ ഉദാഹരണമാണല്ലോ, നടന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമായിട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ റാണ എന്ന ഭീകരവാദിക്ക് കേരളം സന്ദർശിച്ചതായി പലരും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ പിന്തുണ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം രാഷ്ട്രീയ പിന്തുണ ലഭിച്ചതായ ഒരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ പ്രതിലോമ രാഷ്ട്രീയക്കാർ ഇവിടെയുണ്ടല്ലോ, കേരളത്തിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. കാരണം ദേശീയതയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ദേശീയതയെ തകർക്കുക എന്നല്ല, അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട്. അതൊരു വിഘാതമാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്, ശക്തമായിട്ടുള്ള കേന്ദ്രം, ഒരു സെൻട്രിപീറ്റൽ ആയിട്ടുള്ള ഫോഴ്സ്, സെൻട്രിഫ്യൂഗലായിട്ടുള്ള ഫോഴ്സുകൾ, കേന്ദ്രവിരുദ്ധമായ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾ ധാരാളം കേരളത്തിൽ തന്നെ ഉണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുക തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ കേന്ദ്രത്തിൻ്റെ ശക്തി തകർക്കുക എന്നുള്ളതാണ്. അന്ന് കോൺഗ്രസ്സാണ് ഭരണത്തിലിരിക്കുന്നത്. അത് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് തന്നെയാണെന്ന് ഈ ഇമിഗ്രേഷൻ്റെ ചുമതല നോക്കുന്ന മന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ അറിഞ്ഞുകൊണ്ടൊരിക്കലും ചെയ്യില്ല. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കും. കോൺഗ്രസ് ആയിരുന്നല്ലോ അന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവുക അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്ക്. ഈ അഹമ്മദ് ഇപ്പോൾ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് സമശീർഷരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾക്ക് ധാരാളമായിട്ട് ഉണ്ടാവുമല്ലോ. അവരോടൊക്കെ ചോദിച്ചാലും തീർച്ചയായിട്ടും ഈ ഫയലുകളൊക്കെ നീങ്ങുന്ന ഒരാളിൽ. അല്ല, അത്തരം രാഷ്ട്രീയ നേതാക്കളിലേക്ക്, അവരുടെ പാർട്ടികളിലേക്ക് പിന്നെ അന്വേഷണം നീങ്ങുകയാണെങ്കിൽ അതൊരു ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള കടന്നുകയറ്റമായി ഇവിടെ ചിത്രീകരിക്കപ്പെടില്ല. അതിനെന്താ? മുർഷിദാബാദി കണ്ടില്ലേ വഖഫ് ബില്ലിനെതിരെ? അത് പേടിച്ച് ആരെങ്കിലും വഖഫ് ബിൽ വേണ്ടെന്ന് വയ്ക്കുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഗുണ്ടായുസമൊക്കെ കുറേ കണ്ടതല്ലേ നമ്മൾ. ആ ഗുണ്ടായുസം കൊണ്ടൊന്നും മുട്ടുമടക്കുകയില്ല എന്ന് തെളിയിച്ചിട്ടുള്ളതുകൊണ്ടാണ് പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചതല്ലേ. ഇതിനേക്കാൾ എത്രയോ ഭീകരമായിരുന്നു അന്തരീക്ഷം. അതുകൊണ്ടൊന്നും മുട്ടുമടക്കുകയോ പറയ്ക്കുകയോ ചെയ്യില്ല. ധീരമായിട്ട് ഇച്ഛാശക്തിയോടുകൂടി തന്നെ മുന്നേറുക തന്നെ ചെയ്യും. ആ ഓലപ്പാമ്പുകൾ കാട്ടിയൊന്നും ആരും പേടിപ്പിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അത് വില പോവുകയില്ല.